സൂര്യരശ്മികൾക്കൊപ്പം രാവിലെ കാട്ടിൽ നിന്നും കടുവയിറങ്ങി വരുന്നതായാലും ഇന്നത്തെ കണി കിടിലൻ കടുവ ഫൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള കബിനി സഫാരിയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കബിനി സഫാരിക്കായിട്ട് HD കോട്ടയിലേക്ക് യാത്ര ചെയ്യുന്ന പലരും മിസ് ചെയ്യുന്ന ഒരു കിടിലൻ പ്ലേസ് ആണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത്. പുറകിലുള്ളത് കബിനി ബാക്ക് വാട്ടേഴ്സ് ആണ്. അതിൻ്റെ മുന്നിലുള്ള ഈ ഒരു പുൽമേട്ടിൽ ഇഷ്ടംപോലെ പശുക്കളും കുതിരകളും ഒരുപാട് ജീവജാലങ്ങൾ പക്ഷികളും ഒക്കെ ആയിട്ടൊരു കിടിലൻ പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ കബിനി സഫാരിക്കൊക്കെ പോകുമ്പോൾ ആ ഉച്ചയ്ക്ക് നമ്മൾ രാവിലത്തെ സഫാരി കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പക്ഷികളെ ഏത് സീസണിൽ ചെന്നാലും കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഏത് സമയത്ത് വന്നാലും നമുക്കിവിടെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടുത്തെ കാലാവസ്ഥയെല്ലാം ആസ്വദിച്ച് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ആ ഒരു സ്പെയർ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ കബിനി ബാക്ക് വാട്ടേഴ്സിൻ്റെ മറുവശം കാടാണ് കേട്ടോ. കടുവയും ആനയും പുലിയും ഒക്കെ വാഴുന്ന വലിയ കാട്. അപ്പോൾ ആ കാട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എന്താണെങ്കിലും ഈ ലൊക്കേഷനിലേക്ക് വരേണ്ടവർക്ക് ഈ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലൊക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കക്കനക്കോട്ടയിലേക്കുള്ള യാത്രയിൽ കണ്ട മറ്റൊരു കൗതുകമാണ് ഈ കാണുന്ന ഗ്രേ ഫ്രാങ്കുളിൻ. മനുഷ്യനെ കണ്ട ഓടി ഒളിക്കാറാണ് പതിവ്. ഇവരുടെ മലയാളത്തിലുള്ള പേര് കൗതാരി അല്ലെങ്കിൽ കോഴിക്കാട എന്നൊക്കെയാണ്. പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് ഇവർ ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞത്തെ സഫാരി തുടങ്ങി കാട്ടിലോട്ട് കയറിയിട്ടാണുള്ളത്. അപ്പോൾ ഒരു കൂട്ടം ആമകൾ ഇതാ വാട്ടർ ബോഡിയുടെ നടുക്കായിട്ടുള്ള കല്ലിൽ കയറിയിരിക്കുന്നു. ചൂട് കായാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇവരെ സ്വതവേ ഈ ഒരു വേനൽക്കാലത്ത് വരുമ്പോഴാണ് നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടാറുള്ളത്. മഴക്കാലത്ത് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ സീസണുകളിൽ അവരുടെ സൈറ്റിംഗ് കുറവായിട്ടാണുള്ളത്. അപ്പോഴത്തേക്കും ഇതായി മറ്റൊരു സൈഡിൽ മ്ലാവ്, ഒരു ഒറ്റയാൻ മ്ലാവ്, നല്ല വലിപ്പമുള്ള ഒരുത്തനാണ്. അവൻ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവന് ഓരോ തുള്ളി വെള്ളവും കുടിക്കുന്നത്, അല്ലെ ഓരോ കവിള് വെള്ളവും കുടിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ പിടിയന്മാരായിട്ടുള്ള കടുവകളും പുലികളും വൈൽഡ് ഡോഗ്സ് ഒക്കെ ഈ സസ്യബുക്കുകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സമയം നോക്കി ഈ വേനൽക്കാലത്ത് ഈ ഏരിയയിലൊക്കെ ചുറ്റിപ്പറ്റി കാണാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണുള്ളത്. നമ്മളും കടുവേനെയൊക്കെ കാണാനായിട്ട് ഈ വേനൽക്കാലത്ത് കൂടുതൽ സമയവും ഇതേപോലെ വാട്ടർ ബോഡിയുടെ സൈഡിലൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കാറാണുള്ളത് സഫാരി വാഹനങ്ങൾ. ചെറിയ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ മതി, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അമ്മമാർ ജീവനും കൊണ്ട് പായും. ഇതാ പറഞ്ഞു തീർന്നില്ല, ഒരൊറ്റ വിടലായിരുന്നു കേട്ടോ. നമ്മൾ കബിനി ബസ് സഫാരിയിലാണുള്ളത്. അപ്പോൾ nagarhole.tigerreserve.com എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് അഭികാമ്യം. പലപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടണം നിർബന്ധമില്ല. നമ്മുടെ ഈ ഒരു സഫാരിയുടെ മെയിൻ ടാർഗറ്റ് കടുവ പുലി തന്നെയാണ്. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്തിട്ടാണ് മിക്കവാറും വാട്ടർ ബോഡീസിൻ്റെ സൈഡിൽ കിടക്കുന്നത്. അങ്ങനെ മറ്റൊരു വാട്ടർ ബോഡിയുടെ സൈഡിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോഴാണ് ഈ ഒരു ആനക്കൂട്ടം വെള്ളം കുടിക്കാനായിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് ഇതാ വാട്ടർ ബോഡിയിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. ആനക്കൂട്ടെന്ന് പറയാൻ മാത്രമില്ല, 2 തള്ളയാനകളും ഒരു കുട്ടിയാനയും. ആ കുട്ടിയാന തീരെ പൊടിക്കുട്ടിയാണ്, അധികം ദിവസങ്ങളായിട്ടില്ല ജനിച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മളാണെങ്കിലും കൗതുകത്തോടെയാണ് ഇരിക്കുന്നത് ആനക്കുട്ടിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നത് കാണാനായിട്ട്. ആനകളാണെങ്കിലും ഒന്നും നോക്കിയില്ല, നേരെ ചെന്നങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അത്രയ്ക്കും ചൂടാണ് കാടിൻ്റെ അകത്താണെങ്കിൽ പോലും. മൃഗങ്ങൾക്ക് ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ജീവിക്കാൻ വലിയ പാടാണ്. നമ്മളെപ്പോലെ വേർപ്രകൃതികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആനയ്ക്ക് ചൂടിനെ നേരിടാനായിട്ട് ഇതേപോലെ ചെളിയോ വെള്ളമോ ഒക്കെ ദേഹത്തേക്ക് വാരി എറിഞ്ഞിട്ട് അങ്ങനെ ഒരു കൂളിംഗ് എഫക്റ്റ് എടുക്കാനേ പറ്റുള്ളൂ. സാധാരണ ഇതേപോലെ വെള്ളത്തിൽ കുറേ നേരം കുളിച്ച് ശരീരം മുഴുവൻ തണുപ്പിച്ചതിന് ശേഷം കരയിൽ കയറി കഴിഞ്ഞാൽ മണ്ണ് ദേഹത്തേക്ക് വാരി വിതറും. അതിനെ നമ്മൾ മഡ് ബാത്ത് എന്നാണ് പറയുക. അങ്ങനെ ആ വാരി വിതറുന്ന മണ്ണ് വെള്ളമായിട്ട് ഒട്ടിപ്പിടിച്ച് തൊലിയുടെ പുറത്ത് കുറേ നേരത്തേക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും ആനയ്ക്ക്. അങ്ങനെയൊക്കെയാണ് ആനകൾ ചൂടിനെ നേരിടുന്നത് കേട്ടോ. എന്താണെങ്കിലും കുട്ടിയാനെ നീന്തി തിമിർക്കുവാണ്. 2 ആനകളുടെയും പ്രൊട്ടക്ഷനിലാണ് കേട്ടോ. അവരുടെ നടുക്കായിട്ട് നിന്നിട്ടാണ് കുട്ടിയാന വെള്ളത്തിൽ തിമിർക്കുന്നത്. അത്രയും സുരക്ഷ ഉറപ്പുവരുത്തും. കുട്ടിയാനകളുണ്ടെങ്കിൽ ആനകൾ വളരെയധികം അലേർട്ടായിരിക്കും, ഇപ്പോൾ അഗ്രസീവും കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടിയാനകളുള്ള ആനകളുടെ അടുത്തേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ നേരത്തെ വെള്ളത്തിൽ തിമിർക്കലിന് ശേഷം ആനകൾ കരയിലേക്ക് കയറി. കുട്ടിയാനയാണെ കിട്ടിയ ഗ്യാപ്പിൽ പാല് കുടിക്കുന്നുണ്ട് തള്ളയാനയുടെ. അവൻ്റെ പാലുകൂടിയെല്ലാം കഴിഞ്ഞ് തിമിർക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ ആനകൾ കാട്ടിലേക്ക് കയറി പോകാനുള്ള തയ്യാറെടുപ്പിലായി. ഈ ഉണങ്ങിക്കിടക്കുന്ന കാടെല്ലാം കണ്ടോ, മഴക്കാലത്ത് നമ്മൾ വരുമ്പം പച്ചപ്പായിട്ട് വളരെ ഭംഗിയുള്ള കാടാന്ന് ഓർക്കണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് വീണ്ടും ആനക്കൂട്ടം നിൽക്കുന്നത്. വഴിയോട് വളരെയധികം ചേർന്നിട്ടാണ്, ബസ്സിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയാന തിരിഞ്ഞങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരിക്കാണ് സുരക്ഷയുടെ ഉത്തരവാദിത്വം. കുട്ടിയാനേനെ ഉള്ളിലേക്ക് കയറ്റി നിർത്തിയിട്ട് വാലൊക്കെ പൊക്കി പിടിച്ചിട്ട്. അപ്പോൾ സ്വതവേ ആനകൾ ഇത്തിരി നെർവസ് ആകുമ്പോഴാണ് ഇതേപോലെ വാലൊക്കെ പൊക്കി പിടിച്ച് നേരെ തിരിഞ്ഞ് നിൽക്കാറുള്ളത്.
എന്തായാലും ആനകൾ കാടിൻ്റെ ഉള്ളിലേക്ക് ആനകളുടെ വഴിക്കും പോയി, നമ്മൾ നമ്മുടെ വഴിക്കും പോയി. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കബനിയിൽ ഈ സഫാരിയുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കടുവ അല്ലെങ്കിൽ പുലിയാണ്. അപ്പോൾ അങ്ങനെ കടുവേനെയും പുലിനെയും കാത്ത് നമ്മൾ പല സ്ഥലങ്ങളിലും വെയിറ്റ് ചെയ്ത് കിടന്നെങ്കിലും നമുക്ക് ഈ തവണത്തെ സഫാരിയിൽ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ. ഇത് കണ്ടോ, ഒരു കാട്ടുകോഴി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് കിടന്നപ്പോൾ കിട്ടിയതാണ്. തൊട്ടടുത്ത് തന്നെ ആ പൂവൻ്റെ അവൻ്റെ സൗന്ദര്യം കണ്ടോ, എത്ര സുന്ദരനാണെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടുകോഴിയേക്കാളും സുന്ദരനാണ് അവൻ. ഇതേ കാടിനുള്ളിലേക്ക് രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ച. അങ്ങനെ നമ്മുടെ രാവിലത്തെ സഫാരി 6:30 തന്നെ തുടങ്ങിയിട്ടാണ് ഉള്ളത്. തലേന്ന് നമുക്ക് എന്താണല്ലോ ഒരു ആനക്കൂട്ടത്തെ അല്ലാണ്ട് കാര്യമായ സൈറ്റിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കടുവേനെ കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയൊക്കെ. ഇത് കണ്ടോ, ഈ ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ കാടിനെ വേർതിരിക്കുന്ന രീതിയിലുള്ളൊരു എലിഫൻറ്റ് ഫെൻസിങ്. ഇതേപോലെ ഹാർഡ് ബാരിക്കേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ആനകൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കില്ല. നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കാട് തന്നെയാണ് നാഗർഹോളെ. അപ്പോൾ നാഗർഹോളെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫെൻസിങ് നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. നമ്മളെക്കാൾ കൂടുതൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ HD കോട്ടയിലുള്ളവർ. അപ്പോൾ അവരുടെ കൃഷിയെ ബാധിക്കാതെ ആന വിളവുകൾ നശിപ്പിക്കാതിരിക്കാൻ ഇത് നല്ലൊരു മാർഗം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് നാഗർഹോളേക്കൂടെയുള്ള സഫാരി മറ്റു സീസണുകളെ അപേക്ഷിച്ച് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കാരണം ഈ വേനൽക്കാലത്ത് നമ്മൾ കൂടുതലും ഇതേപോലെ വാട്ടർ ബോഡിയുടെയൊക്കെ അടുത്ത് കടുവേനെയും പുലിനെയൊക്കെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് കിടക്കാറാണുള്ളത്. ഇപ്പോൾ മറ്റു സീസണുകളിലാണെങ്കിൽ നമ്മൾ ഈ കാടുകളിൽ കൂടെ നമ്മൾ യാത്ര കൂടുതലായിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളവിടുത്തെ കാഴ്ചകളും ആ കാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റും. എന്താണെങ്കിലും നമുക്ക് ഈ രാവിലത്തെ സഫാരിയിൽ ഇഷ്ടം പോലെ പക്ഷികളെ കാണാൻ കിട്ടിയേ. ഈ പക്ഷിയെ കണ്ടോ, ഇതാണ് പ്രാവനത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ പക്ഷി. ഗ്രീൻ ഇമ്പീരിയൽ പീജിയൻ എന്നാണ് ഇതിൻ്റെ പേര്. മലയാളത്തിൽ മേനിപ്രാവ് എന്ന് പറയും. ഇവരെ സ്വതവേ ഇങ്ങനെ നിലത്തൊന്നും കാണാൻ കിട്ടാറില്ലാത്തതാണ്. ഏറ്റവും ഉയരം കൂടിയ മരങ്ങളുടെ ഏറ്റവും തുഞ്ചത്തായിട്ട് ഭാഗത്ത് മാത്രമേ ഇവർ വന്നിരിക്കാറുള്ളൂ. എന്താണെങ്കിലും ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കാം ഇവരെ ഇങ്ങനെ വെള്ളത്തിൻ്റെ സൈഡിൽ നമുക്ക് നിലത്ത് കാണാൻ കിട്ടിയത്. ഇവിടെ തന്നെ കണ്ട വേറൊരു കൂട്ടം പ്രാവുകളാണ് യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ. ഇപ്പോൾ ഇവരുടെ കാലുകൾക്ക് മഞ്ഞ നിറം ആയതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വൈറ്റ് ചീക്ഡ് ബാർബറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മരത്തിൻ്റെ ഫ്രൂട്ട്സ് ഒത്തിരിയധികം ഇഷ്ടമാണെന്ന് തോന്നുന്നത്. കടുവയെ പ്രതീക്ഷിച്ചിട്ട് വേറൊരു കുളക്കരയിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ മാനുകൾ, പുള്ളിമാനുകളും മ്ലാവുകളും ഒക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കടുവയും പുലിയൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഇവർ വെള്ളം കുടിച്ച് കാട്ടിനുള്ളിലേക്ക് കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണല്ലോ ഈ കാണുന്ന വാട്ടർ ബോഡിയിലൊന്നും മുതലില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ധൈര്യമായിട്ടൊന്ന് വെള്ളം കുടിക്കാം. പുറത്തുനിന്ന് വരുന്ന കടുവേനെയും പുലിനെയൊക്കെ പേടിച്ചാൽ മതി. അപ്പോൾ എന്താണെങ്കിലും പുറയിൽ ഒരുത്തൻ മ്ലാവ് നിന്ന് നോക്കുന്നുണ്ട്, ഏതെങ്കിലും മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. ഇവരുടെ സുരക്ഷിതത്വത്തിനെന്ന രീതിയിൽ അവൻ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കുടിച്ച് കയറുമ്പോഴത്തേക്കാണ് അവൻ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് മ്ലാവിൻ്റെ ചെറിയൊരു കുട്ടീനെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ കിട്ടിയേ. അപ്പോൾ എന്താണേലും ഇവർ എല്ലാവരും വെള്ളം കുടിച്ച് പതിയെ തിരിച്ച് കയറി പോവാണ്. അപ്പോൾ നമുക്കൊരു കോൾ വന്നു, ഒരു കടുവയുടെ മൂവ്മെൻറ്റ് വേറൊരു ഏരിയയിലേക്ക് കിട്ടിയതായിട്ട്. അപ്പോഴത്തേക്കും എല്ലാ വണ്ടിക്കാരും കൂടെ 100 ആ പറഞ്ഞ ഏരിയയിലേക്ക് പോവുകയാണേ. എന്താണെങ്കിലും അത് കബനിയുടെ ഒരു പ്രത്യേകതയാണ്. ആർക്കെങ്കിലും സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കാരെയും വിളിച്ചറിയിച്ച് പരമാവധി വണ്ടിക്കാർക്ക് സൈറ്റിംഗ് കിട്ടാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ടൈമിങ് പക്ക ആയിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്കും കാടിൻ്റെ ഉള്ളിൽ നിന്നും പ്രഭാത കിരണങ്ങൾക്കൊപ്പം ഇറങ്ങി വരുന്ന ആളെ കണ്ടോ. കബനിയിലെ ഏറ്റവും പ്രശസ്തമായ കടുവകളിലൊന്നായിട്ടുള്ള മഗ്ഗെ ഫീമെയിലാണ് നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നത്. എന്താ ഭംഗിയിലാന്ന് നോക്കിയാൽ വരവ്. ഇതൊരു ഫീമെയിൽ ടൈഗറസ് ആണ്. ഈ ടൈഗറിന് 2 കുട്ടികൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ കാട്ടിലെവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് ആൾ ഹണ്ടിങ്ങിനങ്ങായിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്താണല്ലോ നല്ല തലയെടുപ്പുള്ളൊരു കടുവ തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ ഈ കടുവേനെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു പ്രൗഢി ഈ കടുവയ്ക്ക് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നേരിട്ട് അടുത്ത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ കിടന്നിട്ടും ഒരു കൂസലുമില്ലാതെ നമുക്ക് നേരെ തന്നെയാണ് കടുവ നടന്നെടുക്കുന്നത്. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഏതൊരാളും സഫാരിക്ക് വേണ്ടി വരുന്നതെന്ന് വേണേൽ പറയാം. 90% കൂടുതൽ ആൾക്കാർ എന്താണേലും കടുവയുടെ ഇങ്ങനൊരു സൈറ്റിംഗ് കിട്ടാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. രാവിലത്തെ ലൈറ്റിങ്ങിനൊപ്പം കടുവ നമ്മുടെ മുന്നിലേക്ക് നടന്നെടുക്കുന്ന ഒരു കാഴ്ച ശരിക്കും ഗംഭീര കാഴ്ച എന്ന് തന്നെ പറയാവേ. ഇപ്പോൾ വളരെ അടുത്താണ്. ഇപ്പോൾ
തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ദേ ഈ മരത്തിലേക്ക് ആൾ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നുണ്ടോ യൂറിൻ പാസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ടെറിട്ടറിയിലേക്ക് വേറൊരു ടൈഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വന്നാൽ അവനുള്ളൊരു വാർണിംഗ് സിഗ്നലാണ് ഇത് ഇവളുടെ ടെറിട്ടറി മാർക്കിങ്. സ്വതവേ മെയിൽ ടൈഗറാണ് വലിയ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൽ ടൈഗർ ഏകദേശം ഒരു 30 കിലോമീറ്ററൊക്കെ ചുറ്റളവിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഫീമെയിൽ ടൈഗർ അതിൻ്റെ പകുതിയോളമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുള്ളേ. അപ്പോൾ മിക്കവാറും ഇവളുടെ പെയറായിട്ടുള്ള ആ ഒരു മെയിൽ ടൈഗറിൻ്റെ ടെറിട്ടറിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആയിട്ടായിരിക്കും ഇവളുടെ ടെറിട്ടറി ഉണ്ടാവുക. എന്തായാലും കടുവ വളരെ അടുത്ത് വന്നിട്ട് ഇതാ വഴി ക്രോസ് ചെയ്ത് അപ്പുറത്തെ കാടിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലല്ല ഇതേപോലെ മരങ്ങളിൽ നോക്കി മണത്തിട്ട് അതേപോലെ യൂറിൻ പാസ് ചെയ്ത് ടെറിട്ടറി മാർക്ക് ചെയ്യും. ഇത് കടുവയുടെ നിത്യേനയുള്ളൊരു സ്വഭാവമാണ്. അപ്പോൾ കടുവയുടെ ആ ടെറിട്ടറി മുഴുവൻ ആളൊരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്ന് കവർ ചെയ്യും. കവർ ചെയ്യുന്ന സമയങ്ങളിൽ ഇതേപോലെ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. എന്തായാലും കിഡു എക്സ്പീരിയൻസ്, എല്ലാവരും ഹാപ്പി. അങ്ങനെ മഗ്ഗെ ഫീമെയിലിനെ നമുക്ക് കബിനി വന്നിട്ട് നമുക്ക് ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. എന്തായാലും വളരെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടി. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയും ഈ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇതാ ഹാരിഫ് ഉണ്ട്, ഹാരിഫ് കാസിം വ്ളോഗ്സ്. നമ്മൾ സ്ഥിരം ഒന്നിച്ച് യാത്ര ചെയ്യുന്നതാണ്. ഇതാ മഹബൂബ് നമ്മുടെ സബ്സ്ക്രൈബറാണ്, അധ്യാപകനാണ്, കണ്ണൂരുകാരനാണ്. പിന്നെ ഇതാ കൂടെ നമ്മുടെ ഷുവേബിക്ക ഉണ്ട്. ഞങ്ങൾ ഈ 4 പേരാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ട്രിപ്പിലുള്ളത്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവരുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയാവേ. എങ്ങനെ ഉണ്ടായിരുന്നു മഹബൂബിക്ക? വളരെ സന്തോഷം. എൻ്റെ 4ാമത്തെ സഫാരി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ടൈഗർ സൈറ്റിങ്സ് കിട്ടിയത്. വളരെ അടുത്തുനിന്ന് തന്നെ കിട്ടി. അതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. സാധാരണ ആനകളൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇന്ന് ആന കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ടൈഗറിനെ കാണാൻ പറ്റി. മെയിനായിട്ട് നമ്മൾ കബരിയിലേക്ക് വരുന്നത് ടൈഗറിനെ കാണാൻ തന്നെയാണ്. ഫസ്റ്റ് ടൈം ആണ് ടൈഗറിനെ കാണാൻ. എനിക്ക് എൻ്റെ ഇത് സെക്കൻഡ് ടൈമാണ്. വളരെയധികം സന്തോഷം. അടിപൊളി. ടൈഗറിനെ കാണുമ്പോൾ ഒരു ഫീൽ വേറെ അല്ലേ? വേറെ ലെവൽ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ.